ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഷാറുഖ് ഖാൻ നായകനെത്തിയ ഡങ്കിയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. 4 ദിവസങ്ങൾ കൊണ്ടുള്ള ഏറ്റവും പുതിയ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ സിനിമ പ്രതീക്ഷിച്ച പോലെ 60 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 217 കോടി 13 ലക്ഷമാണ് കൃത്യം 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്നത്തെ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ക്രിസ്മസ് ദിനത്തിൽ സിനിമയ്ക്ക് അത്ര വലിയൊരു കളക്ഷൻ കുതിപ്പൊന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. ഇന്നത്തെ കളക്ഷനോടെ 260 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷനാണ് 5 ദിവസങ്ങൾ കൊണ്ട് നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ഗോകുലം മൂവീസ് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും എത്തിച്ച സിനിമയുടെ കേരള തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും 1,94 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമ കേരളത്തിൽ നിന്നും 1.5 കോടിയിൽ പരം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ രണ്ട് മേഖലകളിലെയും ഫൈനൽ കളക്ഷൻ 5 കോടിയിൽ താഴെയായിരിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന വിവരം. കാത്തിരിക്കുക SRK സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിവരങ്ങൾ കേട്ട നേരെ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സിനിമയുടെ ക്രിസ്മസ് ദിനത്തിലെ ഏറ്റവും മികച്ച ദിവസമായിട്ട് തിയേറ്ററുകളിൽ മാറിയിരിക്കുകയാണല്ലോ. ഇതിനിടയിൽ നാളെ ചൊവ്വാഴ്ച ദിവസം ക്രിസ്മസ് എല്ലാം തന്നെ കഴിഞ്ഞ് അവധിയെല്ലാം തന്നെ കഴിഞ്ഞു വരുന്ന ദിവസം എത്രത്തോളം ട്രാക്കിംഗ് കളക്ഷൻ ഉണ്ട്, എത്രത്തോളം മികച്ച ബുക്കിംഗ് ഉണ്ട് എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോൾ മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നാളെ ചൊവ്വാഴ്ച ദിവസവും സിനിമയ്ക്ക് നടക്കുന്നത്. അത് തെളിയിക്കുന്ന ഒരു ട്രാക്കിംഗ് കളക്ഷനും പ്രീസെയിൽ കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 80 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെയും 1 കോടി സിനിമയ്ക്ക് കേരള ഗ്രോസ് ഉണ്ടാകുമെന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 1.5-2 കോടി പ്രതീക്ഷിക്കാം എന്ന് തന്നെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ബാക്കിയെല്ലാം നാളെ അറിയാനായിട്ട് കഴിയും. ഇതിനിടയിൽ നേരെ എന്ന സിനിമയ്ക്ക് കേരളം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ബുക്കിംഗ് നടക്കുന്നത് ഇന്ത്യയിൽ കർണാടകത്തിലാണല്ലോ. കർണാടകത്തിൽ ബംഗളൂരുവിലാണ് നേരെ എന്ന സിനിമയ്ക്ക് മികച്ചൊരു ബുക്കിംഗ് എല്ലാം തന്നെ അവിടെ നടക്കുന്നത്. ഇപ്പോഴിതാ ബംഗളൂരു സിറ്റിയിലെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സലാർ എന്ന സിനിമയേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ആണ് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ അവിടെ നേരെ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സലാർ എന്ന സിനിമ ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച സിനിമയാണ്. ഹോംബാലെ ഫിലിംസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമായ ബംഗളൂരു നഗരത്തിൽ ഇപ്പോഴത്തെ സലാർ എന്ന സിനിമയെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് നേരെ എന്ന സിനിമ. സലാറിന് 596 ഷോകളിൽ നിന്നും വെറും 15 ഷോകളാണ് ഫാസ്റ്റ് ഫില്ലിംഗ് ആയതെങ്കിൽ നേരെ എന്ന സിനിമയ്ക്ക് 39 ഷോകളിൽ നിന്നും 23 ഷോകളാണ് ക്രിസ്മസ് ദിനത്തിൽ ഫാസ്റ്റ് ഫില്ലിംഗിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. സലാർ എന്ന സിനിമ എത്ര വലിയ സിനിമയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതേ സലാറിന്റെ പ്രൊഡക്ഷൻ ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയി നേരെ പോലെ ഒരു കൊച്ചു സിനിമ പോയിട്ട് ഫാസ്റ്റ് ഫില്ലിംഗ് സലാറിനെ കടത്തി വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാസ് എന്ന് തന്നെ നിസ്സംശയം പറയാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള നേരെ എന്ന സിനിമയുടെ പോസിറ്റീവ് അപ്ഡേറ്റുകൾ കേട്ട കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.